അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلم يروا إلى ما بين أيديهم وما خلفهم من السماء والأرض إن نشأ نخسف بهم الأرض أو نسقط عليهم كسفا من السماء إن في ذلك لآية لكل عبد منيب. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا وحبيبنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ദിവസം എങ്ങനെ പ്രസംഗിക്കണമെന്ന് ഞാൻ കുറേ ആലോചിക്കുകയായിരുന്നു. ഇന്ന് സത്യത്തിൽ വാക്കുകൾ എപ്പോഴൊക്കെയോ മുറിഞ്ഞു പോകുന്ന വിധം നമുക്കൊരിക്കൽ പോലും പറഞ്ഞു തീർക്കാനാവാത്ത ദുഃഖത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും കാഴ്ചകൾക്ക് ശേഷമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമുക്ക് മുമ്പിലെത്തിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ, ഏതൊക്കെ അർത്ഥത്തിലാണ് ഭീകരമായ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്നത് എന്ന പാഠം കഴിഞ്ഞ 2 ദിവസമായി കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, പഠിക്കപ്പെടുകയാണ്, അവർ പഠിക്കുകയാണ്. അത്രമേൽ വികാരനിർഭരമായി നിൽക്കുന്ന ഒരു സാഹചര്യം. നമ്മളിങ്ങനെ ആലോചിച്ചു പോകുമ്പോൾ ഒരു ദിവസവും ഒരു നിമിഷവും നമ്മളാരും സുരക്ഷിതരല്ലെന്ന ബോധ്യപ്പെടുത്തലാണ് ഓരോ സമയത്തും ഉണ്ടായിത്തീരുന്ന ഓരോ ദുരന്തങ്ങളിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ആ പാഠങ്ങളുടെ ഹൃദയഭേദകമായ കാഴ്ചകൾക്ക് മുമ്പിലെങ്ങാനും നിന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വാക്കും കൃത്യമായി പറഞ്ഞു തീർക്കാനാവാത്ത വിധം അത്രമേൽ ഹൃദയഭേദകമായ കാഴ്ചകളാണ്. അവിടെ ചെന്നവർ, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ, ആശ്വാസവചനങ്ങളുമായി ഓടിയെത്തുന്ന മനുഷ്യർ, ഇവരെല്ലാം നമ്മൾ കാണുമ്പോഴും നമ്മളവിടെ കാണുന്ന ആ ഭീകരതയുടെ അതിൻ്റെ ഒരു ഘനം നമുക്ക് കുറക്കാൻ കഴിയുന്നില്ല. ഞാനിന്ന് എൻ്റെ സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോടും ഈ കാഴ്ചകളും ഈ ദുരന്തങ്ങളും പാഠങ്ങളും പക്ഷേ നമ്മളെ എത്രമേൽ ചിന്തിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ സമയത്ത് നമ്മളെല്ലാവരും വല്ലാത്ത വിഹുലതയും വേദനയും അനുഭവിക്കുന്നുണ്ടാവും. വല്ലാതെ ഹൃദയം പിടച്ചു തന്നെയും നമ്മൾ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ദിവസങ്ങൾ മതി, എല്ലാം അവസാനിച്ചു. പിന്നെയും പിന്നെയും ഒരുപക്ഷേ അത് മനുഷ്യ സഹജമാണെങ്കിൽ പോലും അങ്ങനെ ഓർമ്മകളില്ലാതാകുന്ന കാലങ്ങളിലേക്ക് വീണ്ടും കടന്നു പോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ചില പ്രത്യേകമായ അവൻ്റെ മുന്നറിയിപ്പുകൾ, മനുഷ്യനോട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോയതാണ്.
അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ആലോചിച്ച് ആവർത്തിക്കുകയാണ്. അവർ അഫലം യറൗ ഇലാ മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ അവരുടെ മുമ്പിൽ കാണുന്ന ചില കാര്യങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ? ആകാശവും ഭൂമിയും അവ രണ്ടും ഉണ്ടാക്കി തീർക്കുന്ന അപകടകരമായിട്ടുള്ള ദുരന്തങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഇന്നശ നഖ്സിഫു ബിഹിമുൽ അർദ്, നാം ഉദ്ദേശിച്ചാൽ ഭൂമിയെ പിളർത്താം. ഔ നുസ്കിത്ത് അലൈഹിമുസ് സമാ കിസഫം മിനസ് സമാ, ആകാശത്ത് നിന്ന് അതിൻ്റെ മേഘപടലങ്ങളുടെ കഷണങ്ങളെ നമുക്ക് താഴോട്ട് പതിപ്പിക്കാം. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും പറഞ്ഞ ഒന്നാണ്, ഈ ആയത്ത് വരുന്ന കാലത്തൊന്നും ആലോചിക്കാത്ത വിധം ഇന്ന് മേഘപാളികൾ തന്നെ, മേഘവിസ്ഫോടനങ്ങൾ എന്ന് പറയുന്ന വിധം, ക്ലൗഡ് ബ്ലാസ്റ്റ്സ്, അത്തരം മേഘവിസ്ഫോടനങ്ങളിലൂടെ പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ടാകുന്ന മഹാപ്രളയങ്ങൾ നമ്മുടെ നാടിന്ന് അത് പരിചിതമായി കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ നമ്മളത് കാണുന്നു. പെട്ടെന്ന് ഒരു പ്രളയം രൂപീകരിക്കപ്പെടുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നൊരു കാര്യം, ഈ സമീപകാലത്തേക്കാൾ അപ്പുറത്ത് ഏകദേശം ഒരു 10 പതിറ്റാണ്ട് മുമ്പൊക്കെ എവിടെയെങ്കിലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ആ ഉരുൾപൊട്ടലിൽ ചിലപ്പോൾ 1-2 പേർ മരിച്ചു പോകുന്ന കാഴ്ചകൾ വേദനയോടുകൂടെ നമ്മൾ ഓർക്കുകയും വായിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൻ്റെ ഘനം കൂടിക്കൂടി വന്നു. കഴിഞ്ഞ 2 വർഷം 19, 20 കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് 100 കണക്കിന് ആളുകൾ, 70ഓളം ആളുകൾ മൂന്നാറിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുമൊക്കെയായി, വയനാട്ടിലും ഈ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലേക്ക് പോകുന്ന ദുരന്തജനകമായ ഏറ്റവും ഭീതിതമായിട്ടുള്ള കാഴ്ചയാണ്. ആ കാഴ്ചയേക്കാളും വലിയ ദുരന്തം നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മാത്രവുമല്ല, അങ്ങനെ വിശദീകരിക്കാൻ ഒരു പക്ഷേ നമുക്കാർക്കും സാധിക്കില്ല. ഞാനിങ്ങനെ ആലോചിച്ചു പോയത്, മൃഗങ്ങൾ പോലും തങ്ങളുടെ ഉടമസ്ഥരെ നോക്കി തിരഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മൃഗങ്ങൾക്ക് പോലും എന്തൊരു വല്ലാത്ത സ്നേഹമാണെന്ന് തോന്നിപ്പോയ നിമിഷങ്ങളാണ്. ഒരു ആനയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ വാക്കുകൾ എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. കാട്ടാനയാണ്, കണ്ണു കാണാത്ത കാട്ടാനയുടെ മുമ്പിലാണ്, കണ്ണു കാണാത്ത വിധം പ്രകൃതി അതിലെ മണ്ണും ചെളിയുമൊക്കെയായി തങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ കൂരിരുട്ടത്ത് തങ്ങളുടെ ജീവനും കൊണ്ട് ഓടുമ്പോൾ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു ആനയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങളൊരു വല്ലാത്ത ബുദ്ധിമുട്ടിൽ നിന്നാണ് വരുന്നത്, ഇനിയും ബുദ്ധിമുട്ടിക്കരുതേ എന്ന്. അത് കേൾക്കുന്ന നേരത്ത് ആ കാട്ടാനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയോക്തിപരമായിട്ട് ആലോചിക്കേണ്ടി വന്നാൽ പോലും അതൊക്കെ സാധ്യമാണ്. മൃഗങ്ങളുടെ മനസ്സും അലിഞ്ഞു പോകുന്ന അത്രമേൽ ഭീതിതമായിട്ടുള്ള കാഴ്ചകളുടെ മുമ്പിലാണ് കേരളം ഈ 2-3 ദിവസമായി കാത്തിരിക്കുന്നത്. ഉറങ്ങാൻ കിടന്നിട്ട് തിരിച്ച് പിന്നെ ആ മനുഷ്യരുടെ മയ്യത്തുകൾ 30 കിലോമീറ്ററുകൾക്കകലെയുള്ള പുഴയിൽ കണ്ടെത്തുകയാണ്. നമ്മളെല്ലാ ഇശാ നമസ്കാരാനന്തരം ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുവേ, രാത്രിയുടെ ഇരുട്ടിൽ നിന്ന്, അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അതിൻ്റെ ബലായിൽ നിന്ന് നീ കാക്കണേന്നാണ്. അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ദുൽമത്തിൽ ലൈൽ കമാ ഹഫിൽതനാ ഫീ ലൗഇൻ നഹാർ. പകലിൻ്റെ വെളിച്ചത്തിലുണ്ടായിട്ടുള്ള അന്ന് ആ സമയത്തൊക്കെയും എന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയതുപോലെ ഇരുളിൻ്റെ നേരം, രാവിൻ്റെ ഇരുട്ടുള്ള നേരം, ആ സമയത്ത് രക്ഷപ്പെടുത്തണേ എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രാത്രിയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് കാക്കണേ എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ ചോദ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. രാത്രി കിടന്ന് പിന്നീട്
ആ രാത്രി മുഴുമിപ്പിക്കാതെ അവസാനിച്ചു പോകൂല എന്നെങ്ങാനും അവർ വിചാരിച്ചു പോകുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അഫാമിന അഹ്ലുൽ ഖുറാ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അവരുറങ്ങിക്കിടക്കുമ്പോൾ ഈ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അവരുറങ്ങിക്കിടക്കുന്ന നേരത്ത് അവരുടെ മേൽ ഭീതിതവും ഭീകരവുമായിട്ടുള്ള ഈ ദുരന്തം വന്ന് ഭവിക്കില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? അവരെങ്ങനെ വിശ്വസിച്ചിട്ടാണോ ഉറങ്ങിപ്പോകുന്നതെന്ന ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ എല്ലാ തവണയും പലപ്പോഴായി ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ പറയാറുണ്ട്, അഷ്റഫുൽ ഖൽഖിന് പ്രകൃതി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളെക്കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭീതിയോടെ കണ്ടിരുന്നു. കാണാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത്രമേൽ വൈജ്ഞാനികമായ ബോധം, അല്ലെങ്കിൽ അത്രമേൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ആ അറിവുള്ള മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത്. അതാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഞാൻ അറിയുന്നത് പോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അറിയുന്ന പോലെ നിങ്ങൾക്ക് വിവരമുണ്ടായിരുന്നുവെങ്കിൽ ലബകൈതും കസീറൻ വലലഹിഖ്തും ഖലീല, നിങ്ങൾ വല്ലാതെ കരയുമായിരുന്നു, കൂടുതൽ കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അത്രമേൽ ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെയാണ് റബ്ബിൻ്റെ തീരുമാനങ്ങൾ എന്നതിനെക്കുറിച്ച് ഭയാശങ്കയോടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നത്. അതുകൊണ്ടാണ് കാർമുകിൽ കൂടുകൂട്ടുന്ന നേരങ്ങളിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മുഖത്ത് വല്ലാത്ത ഭീതി ഉണ്ടായിരുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. മഴക്കാറ് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചു, പേടിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചിട്ടുണ്ട്, നബിയെ എന്തേ അങ്ങ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ആയിഷ, ഈ മഴ അത് അതിൻ്റെ സമാധാനപരമായ സ്വഭാവത്തിൽ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുമ്പോഴല്ലാതെ ഈ മേഘം ഇങ്ങനെ കൂടുകൂട്ടി നിൽക്കുന്ന നേരം മുഴുക്കെ എനിക്ക് ഭയം തോന്നാൻ കാരണം ഈ മേഘക്കൂട്ടങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ സമൂഹങ്ങളെ നശിപ്പിക്കാനും അള്ളാഹു തിരഞ്ഞെടുത്തത് എന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ നാശത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും മുന്നറിയിപ്പുകൾ, അത് മതത്തിൻ്റെ ആചാര്യന്മാർ, മതത്തിൻ്റെ പ്രവാചകന്മാർ, മഹാരഥന്മാരായ പ്രവാചകന്മാരാകട്ടെ, മതഗ്രന്ഥങ്ങളാകട്ടെ, ഇനി ശാസ്ത്രലോകം തന്നെയാകട്ടെ. ഇപ്പോൾ ശാസ്ത്രലോകത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2014 ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ റിപ്പോർട്ടായിരുന്നല്ലോ ഗാഡ്ഗിൽ റിപ്പോർട്ട്. 10-13ഓളം പ്രഗത്ഭരായ ഇക്കോളജിസ്റ്റുകൾ, വളരെ പ്രഗത്ഭരായ പരിസ്ഥിതി ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ജ്ഞാനമുള്ള പണ്ഡിതന്മാർ, അവരിലെ പ്രധാനിയായിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ എന്ന പ്രഗത്ഭനായ ഇക്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനം. അദ്ദേഹം ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് ആ മുഖവുരയിൽ. ഞാൻ ആ മുഖവുര ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഈ പ്രദേശം മുഴുക്കെ, അതായത് ഏകദേശം ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നിൽക്കുന്ന ആ പ്രദേശം മുഴുക്കെ തകർന്നു കഴിഞ്ഞു എന്നാണ്. വരാൻ പോകുന്ന വലിയ ഭീതികളെക്കുറിച്ച്, വരാൻ പോകുന്ന വലിയ അപകടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ദ വെസ്റ്റേൺ ഗട്ട്സ് ടച്ചസ് ടു എ ലെങ്ത് ഓഫ് 1490 kilometer from താപ്പി വാലി ഇൻ ദ നോർത്ത് ടു കന്യാകുമാരി ഇൻ സൗത്ത്. താപ്പി വാലിയിൽ നിന്ന് ഏതാണ്ട് 1490 കിലോമീറ്റർ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പശ്ചിമഘട്ടം. ആ പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രശ്നം അദ്ദേഹം പറയുന്നത് തിങ്സ് ആർ ഗെറ്റിംഗ് വേഴ്സ് ഇൻ വെസ്റ്റ് ഗട്ട്സ് എന്നാണ്. കാര്യങ്ങളൊക്കെ വളരെ മോശമായി കഴിഞ്ഞു. എവിടെയാണ് ഇനി അടുത്തത് എന്ന് അറിയാത്ത വിധം കാര്യങ്ങൾ വളരെ മോശമായി കഴിഞ്ഞു. എന്നിട്ടും നമ്മളിങ്ങനെ വളരെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും, ഞാൻ പറയുന്നത് സന്തോഷിക്കേണ്ടെന്നോ ആഹ്ലാദിക്കേണ്ടെന്നോ അല്ല,
എല്ലാം മറന്നു ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അഷ്റഫുൽ ഖൽക്കിൻ്റെ ഈ ഒരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുഭവം, അവിടുത്തെ ജീവിതാനുഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ഓർക്കണം. മേഘക്കാറ് കാണുമ്പോഴേക്കും, കാർമുകിൽ കാണുമ്പോഴേക്കും ഭയാശങ്കയോടെ നോക്കിയിരുന്നത് ലോകം ഏറ്റവും ഉത്കൃഷ്ടനെന്ന് വിളിച്ചിരുന്ന, ചരിത്രം ഏറ്റവും ഉത്കൃഷ്ടനെന്ന് വിളിച്ച അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിലെ ഏറ്റവും ഉത്കൃഷ്ടനെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ റസൂലിനോടാണ് അവിടുത്തെ പ്രിയതമയുടെ ചോദ്യം വരുമ്പോൾ ആയിഷ ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞകാല സമൂഹങ്ങളുടെ അവരുടെയൊക്കെ വലിയ അവരുടെ സ്വപ്നങ്ങൾക്കുമേൽ ഭീകരമായ അർത്ഥത്തിലുള്ള ദുരന്തങ്ങൾ വരാൻ കാരണമായി തീർന്നത് ഈ മേഘങ്ങളാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ ഈ ചോദ്യം, ഇതിപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെന്തു കാര്യമെന്ന് ചോദിക്കലല്ല. ഞാൻ പറയുന്നത് നമ്മളൊന്ന് ആവർത്തി ആലോചിക്കാനാണ്, ഒന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കാനാണ്. പരിശുദ്ധ ഖുർആൻ്റെ ഈ ചോദ്യം, ആകാശത്തിൻ്റെ അടരുകളെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടു തരില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യം, ഭൂമിയെ നെടുക പിളർത്താൻ നമുക്ക് കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന ചോദ്യം, അങ്ങനെയുള്ള അവസ്ഥകൾ ലോകത്തെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയുന്ന അത്തരം ദുരന്തങ്ങൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി ചരിത്രം തന്നെ പറയുന്ന പ്രകാരം അവിടെയുള്ള ദുരന്തഭൂമി കാണുമ്പോൾ അവിടെ ഇനി മനുഷ്യരൊരിക്കലും ജീവിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകാവുന്നത് കാണുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പോലും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഗ്രാമം മുഴുക്കെ അങ്ങ് അവസാനിച്ചു പോകും. ഇന്നിപ്പോൾ ഈ പറയപ്പെടുന്ന ഒരു പ്രദേശം മുഴുക്കെ അങ്ങനെ തന്നെ അവസാനിച്ചു പോകുമ്പോൾ വയനാട്ടിലെ ആ ഗ്രാമം മുഴുക്കെ അങ്ങനെ ഒരു സ്ഥലം, അങ്ങനെ ഒരു ഗ്രാമം, അങ്ങനെ ഒരു ജനജീവിതത്താൽ സമ്പന്നമായിരുന്നൊരു പ്രദേശം, ആ പ്രദേശം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്ന വിധത്തിലേക്ക് നഷ്ടപ്പെടുമ്പോൾ, ഞങ്ങളുടെ സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കുഞ്ഞുമക്കൾ കരയുമ്പോൾ, ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നാലോചിച്ച് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും രോഗികളുമെല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ, ഇനിയും മണ്ണിലടിയിൽ പോയിട്ടുള്ള മൃതദേഹങ്ങൾ, മയ്യത്തുകളെ തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം എല്ലാ സന്നാഹങ്ങളും തളർന്നു പോകുമ്പോൾ, അതീവ ഭീതിതമായി രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട വലിയ വലിയ നേതാക്കൾ പോലും വന്നു നിന്നിട്ട് ആ കാഴ്ചകൾക്ക് മുമ്പിൽ ഒന്നും പറയാനാവാതെ വിമ്മിട്ടപ്പെട്ട് സങ്കടപ്പെട്ട് വിതുമ്പിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ, ഇതൊക്കെ സംഭവിക്കുന്നതാണ് എന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ മുന്നറിയിപ്പുകളിൽ നമുക്ക് പഠിക്കാനാവുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കാൻ അരനിമിഷം പോലും വേണ്ടെന്ന്. അങ്ങനൊരു തീരുമാനം എടുക്കപ്പെട്ടാൽ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ ജീവിക്കാനാവുന്നില്ലെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിത് ആ പഴങ്കഥ പറയാണെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ എന്നും എല്ലാ കാലത്തെയും മുന്നറിയിപ്പുകളാണ്. ഈ ദുരന്തങ്ങളും ഈ പറയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഈ ഒരു അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെയും കുറിച്ചുള്ള പാഠങ്ങൾ നമുക്കുണ്ടാവണം. ഏതു സമയത്തും സംഭവിക്കാവുന്ന ദുരന്തങ്ങൾ. പക്ഷെ അവിടെ മറ്റൊരു കാര്യവും കൂടിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ദുരന്തങ്ങൾ സംഭവിച്ചു പോയാൽ അതിൽ ഇരയാക്കപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ചൊന്നും നമുക്ക് വിവരിക്കാൻ പോലും കഴിയില്ല. എവിടെ നിന്നാണ് അവർക്കിനി ധൈര്യം സംഭരിക്കാനാവുക എന്ന് പോലും ആലോചിച്ചു പോകും. അള്ളാഹു കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. ഞാൻ പലപ്പോഴും അതെങ്ങനെ അത്ഭുതത്തോടെയും നോക്കാറുണ്ട്. ചില ആളുകളൊക്കെ ആ വിഷയങ്ങൾ വിശദീകരിച്ച്, ആ സന്ദർഭങ്ങൾ, ആ കാഴ്ചകൾ, തങ്ങൾക്കുണ്ടായ ആ ദുരന്തത്തിൻ്റെ അനുഭവങ്ങളുടെ നേർക്കാഴ്ചകൾ വിശദീകരിക്കുന്നത് കാണുമ്പോൾ പോലും എങ്ങനെ വാക്കുകൾ വരുന്നു എന്ന് ഞാൻ അത്ഭുതത്തോടെ ആലോചിച്ച് പോയിട്ടുണ്ട്. അത്രമേൽ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ, മനുഷ്യ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്ന, അവയവങ്ങൾ ചിതറിപ്പോകുന്ന, കുഞ്ഞുമക്കൾ പിന്നെ അനാഥമായി പോകുന്ന, എത്രയും പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ദുരന്ത കാഴ്ച. അവിടെ ഇനി ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട്. നമുക്ക് ഒന്നാമത് ചെയ്യേണ്ടത് ആ മനുഷ്യർക്കൊക്കെ വേണ്ടിയും അതോടൊപ്പം നമുക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ്. ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നു, കരളൊരുകിയുള്ള പ്രാർത്ഥനകളാണ്. ഇനിയും നമ്മളിങ്ങനെ വല്ലാതെ അഹങ്കരിച്ചും ആഹ്ലാദിച്ചും ഇതൊന്നും സംഭവിക്കുന്നത് നമുക്കല്ലെന്നുള്ള തോന്നലിൽ ജീവിക്കാനാണ് ഭാവമെങ്കിൽ അതല്ലെന്ന് പറഞ്ഞു തരികയാണ് തൊട്ടടുത്തു നിന്ന് ഈ ദുരന്തം. തൊട്ടടുത്തു നിന്ന് കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ഇതുപോലെ ഒരു പ്രസംഗം നടത്തിയത് അങ്ങ് തുർക്കിയിൽ നടന്ന ഒരു ദുരന്തത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാകും, അത് തുർക്കിയിലാണ് സംഭവിച്ചത്. ശരിയാണ്,
കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ ഭൂമി പെട്ടെന്ന് വലിയ ഭൂകമ്പത്താൽ നശിച്ചു പോകുമ്പോൾ അവിടെ ഒരു വലിയ പട്ടണം, അവിടെയുള്ള വലിയ വലിയ ഫ്ലാറ്റുകൾ തകർന്നടിഞ്ഞു പോയതിൻ്റെ മുമ്പിൽ എന്തിന് 32ഓളം ഫ്ലാറ്റുകളുടെ ഉടമസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ പിറ്റേ ദിവസം ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി കെഞ്ചിയിട്ട് ക്യൂ നിൽക്കുന്ന കാഴ്ച മുമ്പിൽ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തിൽ ഈ സംഭവത്തെ ഞാൻ വിശദീകരിച്ചത്. അപ്പോൾ നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും അത് മലയാളക്കരക്ക് അന്യമായ ഒരു സംഭവമാണെന്ന്. അല്ല, മലയാളക്കര എന്ന് പറഞ്ഞാൽ കേരളം, ഈ നാട് അതിൻ്റെ ഭീകരതകൾ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തു തന്നെയാണ് നിൽക്കുന്നതെന്ന്, ഒരുപക്ഷെ അതിൻ്റെ മുനമ്പിലാണ് നിൽക്കുന്നത് എന്നാണ് എല്ലാ പരിസ്ഥിതി സംബന്ധിയായിട്ടുള്ള പഠനങ്ങളിലൂടെയും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ന് പഠിക്കുകയും വേണം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് എന്നൊരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ഈ പറയപ്പെടുന്ന ദുരന്തങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വാപ്പിളർത്തി നിൽക്കുകയാണെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. ആഹ്ലാദത്തോടെ മദീനയിൽ ജീവിക്കുന്ന മഹാന്മാരായ സ്വഹാബാക്കളോട് തന്നെയും ഒരിക്കൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദിക്റിന് നേരമായിട്ടില്ലേ എന്ന്. ദിക്റിന് നേരമായില്ലേ എന്നുള്ള ചോദ്യം, അലം യഅ്നിലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ സമയമായില്ലേ? കാരണം ആ ചോദ്യം ചോദിക്കുന്നത് മദീനയിൽ വരുമ്പോൾ, മദീനയിലെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ അതിൻ്റെ സമാധാനത്തിൻ്റെ കാലം വന്നപ്പോൾ അതിൽ വല്ലാതെ ആഹ്ലാദിച്ചു പോയ സ്വഹാബാക്കൾക്കിടയിൽ കുറച്ചുകൂടി തമാശയും ചിരിയും കളിയുമൊക്കെ ആയപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ഹൃദയങ്ങളങ്ങ് പേടിച്ചു കൂഞ്ഞി ചേർന്നു പോകാൻ സമയമായില്ലേ എന്നാണ് പരിശുദ്ധ ഖുർആൻ്റെ ചോദ്യം. നിങ്ങൾ പഴയ കാലങ്ങളിലെ സമൂഹങ്ങളെപ്പോലെ അവരെപ്പോലെ എല്ലാ ഓർമ്മകളും വിട്ടുപോയിട്ട് ധിക്കാരത്തോടെ ജീവിക്കാനാണ് ഭാവമെങ്കിൽ അവർക്ക് സംഭവിച്ചത് അവരുടെ ഹൃദയം കഠിനമായി പോവുകയും അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മറന്നു പോവുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഓടി വന്നു. സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല നബിയേ, ഞങ്ങൾ ആ പരിപാടിയൊക്കെ മാറ്റിവെച്ചു, ഞങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നു, ഞങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിർദ്ദേശങ്ങളെ മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നത് മദീനയിലാണ്. ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ടും ഈ സംഭവങ്ങളൊക്കെ നേർക്കാഴ്ച കാണുമ്പോഴും നമ്മുടെ മനസ്സ് പിന്നെയും പിന്നെയും എന്തൊക്കെയോ പുതിയ വിശ്വാസത്തിലേക്ക്, അതായത് നമുക്ക് സംഭവിക്കില്ലെന്ന് തോന്നിപ്പോകാവുന്ന വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അപകടങ്ങളുടെ മുനമ്പിലാണ് നിൽക്കുന്നത് എന്നതാണ് എല്ലാ മുന്നറിയിപ്പുകളും. അത് പരിശുദ്ധ ഖുർആനാകട്ടെ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പാകട്ടെ, എന്തിന് ഈ ആധുനിക കാലത്തെ ഏറ്റവും നൂതനമായ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകളാകട്ടെ എല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അതാണ്. അതുകൊണ്ട് ഇനി ചേർന്നു നിൽക്കുകയും പരസ്പരം സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുക എന്നതുപോലും നമുക്ക് പ്രധാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചേർന്നു നിന്നവർ, പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചവർ എപ്പോഴും അള്ളാഹുവിൻ്റെ കാവലിലാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ റളിയല്ലാഹു തആല അൻഹ. നബി തിരുമേനി വല്ലാതെ ഭീതി പൂണ്ട് പുതിയ ഒരു കാഴ്ച കണ്ടതിൻ്റെ ഭീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇഖ്റ വായിച്ചു കൊടുക്കുമ്പോൾ, വായിക്കണം എന്ന് പറയുമ്പോൾ, പരിശുദ്ധ ഖുർആൻ്റെ സൂക്തം അത് തുടങ്ങിക്കൊടുക്കുമ്പോൾ മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ അത്രയൊന്നും അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചൊന്നും നബി തിരുമേനി ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ സമ്മിലൂനി ഖദീജ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചെല്ലുന്നത്. ഒന്ന് പുതപ്പിട്ട് മൂടൂ, എന്നെ ഒന്ന് അണച്ചു പിടിക്കൂ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ എന്നാണ് പുണ്യനബി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഖദീജ പറയുന്നുണ്ട്, നബിയെ, അങ്ങേ അള്ളാഹു കൈവിടിയില്ല, അങ്ങേ കൈവിടാതിരിക്കാനുള്ള അങ്ങയുടെ ഗുണമെന്താണ്? അത് ഖദീജ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: അനാഥരെ ചേർത്തുപിടിച്ചും കുടുംബങ്ങളെ ചേർത്തുപിടിച്ചും ഇല്ലായ്മയിൽ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി പണിയെടുത്തും അങ്ങ് ജീവിച്ചിട്ടുണ്ടല്ലോ ഒരു കാലം, അതുമതി അള്ളാഹു അങ്ങയെ എപ്പോഴും അങ്ങയുടെ കൂടെ നിൽക്കാൻ എന്നാണ് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പോൾ ആ ഒരു കാലം നമ്മുടെ മുമ്പിൽ നിൽക്കാൻ, ഇപ്പോൾ അവിടെ സംഭവിച്ചു പോയ ആ ദുരന്തത്തിൻ്റെ മുമ്പിലേക്കൊന്ന് നോക്കൂ. ഇനി അവിടെ വാപ്പയില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യരുണ്ട്.
അവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് മതപരമായൊരു ദൗത്യമായിട്ടാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചത്. മദീനയിലേക്ക് ഓടി വന്ന മുഹാജിറുകളോട് അവരെല്ലാം ഇട്ടേച്ച് പോരുമ്പോൾ മഹാന്മാരായ അൻസാറുകളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ ജീവിതം പകുത്തു കൊടുക്കാൻ. നമ്മളിന്ന് ജീവിതം പകുത്തു കൊടുക്കേണ്ടിയൊന്നും വരുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയൊരു അംശം എടുത്ത് കൊടുക്കുമ്പോഴെങ്കിലും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നു നിന്നാൽ, നോക്കൂ, അവിടെ കുറേ മനുഷ്യർ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. എല്ലാം ഇനിയും വരാവുന്ന ഒരു വലിയ പെട്ടെന്നുള്ള പ്രകമ്പനത്തിൽ താൻ ഒലിച്ചു പോകുമോ എന്ന് ഭയന്നു നിൽക്കുമ്പോൾ പോലും, ഇനിയും വരാവുന്ന പെട്ടെന്നൊരു ഉരുൾപൊട്ടലിൽ തങ്ങളുടെ ജീവിതവും അവസാനിച്ചു പോകുമോ എന്ന് ഭയന്നു നിൽക്കുമ്പോഴും കുറേ ചെറുപ്പക്കാർ, കുറേ സന്നദ്ധ പ്രവർത്തകർ, ഇന്ത്യയുടെ മിലിറ്ററി, വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളിൽപ്പെട്ട കുറേ ചെറുപ്പക്കാർ, അവരെല്ലാവരും അവിടെ നിന്ന് ആ സാഹസികമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അതൊരു ചേർന്നു നിൽപ്പാണ്, മനുഷ്യത്വത്തിൻ്റെ ചേർന്നു നിൽപ്പാണ്. ആ മനുഷ്യത്വത്തിൻ്റെ ചേർന്നു നിൽപ്പുണ്ടാക്കിയെടുക്കുന്ന കാവലാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞു കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവ ഗുണമാണ്. അവിടെ നിന്ന് ചെയ്തിരുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അത്തരം പാവപ്പെട്ട മനുഷ്യർ, അനാഥർ, ഒന്നുമില്ലാത്തവൻ, അവരെ ചേർത്തു നിർത്തുകയാണ്. ഇന്നിപ്പോൾ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി ആ മനുഷ്യർക്ക്, അവരുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ആ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. ഷഹീദ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. 5 വിഭാഗം ശുഹദാക്കളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. അശ്ശുഹദാ 5, 5 വിഭാഗം ശുഹദാക്കൾ. അൽ മത്ഊൻ, 1 വേദന, വല്ലാതെ വയറുവേദനിച്ച് മരിച്ചു പോകുന്ന ആളുകൾ. പിന്നെ തൊഴിൻ, വല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രഹരമേറ്റ് കുത്തുകൊണ്ട് അങ്ങനെ മരിച്ചു പോകുന്നവർ. മബ്തൂൻ, വയറിന് വേദന സംഭവിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള മഹാരോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് മരിച്ചു പോകുന്നവർ. ഗരീഖ്, അതാണ് ഇന്ന് സംഭവിച്ച ഒരു ദുരന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം. ഗരീഖാണ് എന്ന് പറഞ്ഞാൽ മുങ്ങി മരിച്ചു പോയവർ, വെള്ളത്തിൽ മരിച്ചു പോയവർ. ആ പ്രളയജലം വരുമ്പോൾ എവിടേക്ക് മാറണമെന്നറിയാതെ അങ്ങനെ ആ പ്രളയത്തിൽ അങ്ങ് പോയവർ. തൻ്റെ മസ്ജിദിൽ തൻ്റെ സഹോദരന്മാർ മുസ്ലിം ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ രാത്രിയുടെ അർദ്ധരാത്രിയിൽ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് തൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറയുകയും, എന്നിട്ടും പക്ഷേ അപകടകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ രാത്രിയിൽ നിന്ന് തനിക്ക് വേണമെങ്കിൽ ആ നാടിനെ ഉപേക്ഷിച്ച് പോകാമായിരുന്നിട്ട് പോലും അങ്ങനെ പോകാതെ അവിടെ തന്നെ ആ പള്ളിയിൽ കഴിഞ്ഞുകൂടിയിട്ടുള്ള 25 വയസ്സ് പോലും പ്രായമെത്താത്ത ഷിഹാബ് ഫൈലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുൾപ്പെടെ അങ്ങനെ ആ പ്രളയത്തിൽ മരിച്ചു പോയിട്ടുള്ളവർ, ആ ഭീകരമായ ഉരുൾപൊട്ടലിൽ മരിച്ചു പോയവർ. ഗരീഖ് എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. വസ്വാഹിബുൽ ഹദം, കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റൊക്കെയോ തകർന്നു വരുമ്പോൾ ആ ശരീരം തകർന്നു പോകുന്ന മനുഷ്യർ, അവരെയും അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചത് ഷഹീദ് എന്ന്. അവരൊക്കെ ശുഹദാക്കളാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ഉദ്ധാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പോരടിച്ച് ഷഹീദാകുന്ന, രക്തസാക്ഷിയാകുന്നവർ എന്നർത്ഥത്തിൽ 2 തലത്തിലും, അതായത് ഭൂമിയിലും അതോടൊപ്പം തന്നെ പാരത്രിക ലോകത്തും ഷഹീദ് അവരാണ്. പക്ഷേ ഇവരൊക്കെയും ഷഹീദുകളാണ്. ഇവരൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ നാളെ പാരത്രിക ലോകത്തെ ഷഹീദുകളാണ്. ആ ഷഹീദുകളിലാണ് ഈ പറയപ്പെടുന്ന ഈ സഹോദരന്മാരെല്ലാവരും ഉൾക്കൊള്ളുന്നത്. കാരണം അവർ അത്രമേൽ ഭീകരമായിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ മുമ്പിൽ ശരീരം തകർന്നു പോയതും അങ്ങനെ ശ്വാസം മുട്ടിയുമൊക്കെ മരിച്ചു പോയിട്ടുള്ള സഹോദരന്മാർ. പക്ഷെ ഞാൻ അവരെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാളും ഏറെ ആലോചിക്കുന്നത് അവർ പ്രധാനമല്ലാഞ്ഞിട്ടല്ല, ഇനിയും ഒരു വിഭാഗം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഇനിയും അവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കെന്തു ചെയ്തു കൊടുക്കാനാകുമെന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തൊക്കെയോ എവിടെയൊക്കെയോ കൊടുത്തു പോകലല്ല, ഒരു കൃത്യമായി, ചിലപ്പോൾ നമ്മളിപ്പോൾ വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചാലും എന്തിനും ഒരു സംവിധാനത്തിൻ്റെ ഉള്ളാണ് ഏറ്റവും പ്രധാനം എന്നാണ് എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാറുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാവാം, അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് ഒരു പരിധിവരെ വിശ്വസ്തമാകുന്ന, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളാവാം. അല്ലാതെ ഓരോ വ്യക്തിയും അതിനുവേണ്ടി ഇറങ്ങി, അങ്ങനെയാണല്ലോ ഇപ്പോൾ ദുരന്തങ്ങൾ അത്ര വരുമ്പോഴും മനുഷ്യരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ആ ദുരന്തത്തിലെ ഏറ്റവും വലിയ കാര്യമായ സഹായിയാണെന്ന് കാണിച്ചിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയും കൂടി പറയേണ്ടി വരും.
അവിടെ ഏറ്റവും നല്ല സന്നാഹങ്ങളും സന്നദ്ധതയും ചെയ്യാൻ കഴിയുന്ന, അവിടെ അതിന് പറ്റുന്ന യോഗ്യമായിട്ടുള്ള ആളുകളല്ലാതെ ഇപ്പോൾ അങ്ങോട്ട് ആരും പോകരുതെന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ അതൊരു കാഴ്ചയുടേതല്ല, അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടതുമില്ല. കാരണം ആ കാഴ്ച കാണാൻ വേണ്ടിയുള്ള വാഹനത്തിൽ നിങ്ങളങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കാഷ്വാലിറ്റി അത് അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ പോലും ഇനി ആരുടെയെങ്കിലും ജീവൻ പിടയുന്നുണ്ടോ എന്ന് നമുക്ക് ആർക്കും പറയാനാവില്ല. എത്രയോ ചരിത്രങ്ങൾ, എത്രയോ സംഭവങ്ങൾ, ദിവസങ്ങൾക്ക് ശേഷം ചില കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ തുടിപ്പുകൾ അങ്ങനെയൊക്കെ കോൺക്രീറ്റുകൾക്കിടയിൽ നിന്ന് കിട്ടിയതിൻ്റെ ചരിത്രങ്ങൾ എത്രയുണ്ട്. അപ്പോൾ എവിടുന്നോ കിട്ടാൻ പോകുന്ന ഏതോ ഒരു ജീവൻ്റെ തുടിപ്പിനെ തങ്ങളുടെ ഒരു നൂൽപ്പാലം പോലെ കൈപ്പിടിച്ച് കൊണ്ടുവന്ന് അതെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തകൻ്റെ ദൗത്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വാഹനം തടസ്സമാകുന്ന ഒരവസ്ഥയിൽ ഒരു കാഴ്ചക്കാരനാകാൻ അവിടേക്ക് പോകരുത്. ഇവിടെ മാത്രമല്ല, ഇനിയും ഉണ്ടാകാവുന്നിടത്തൊക്കെയും അങ്ങനെ തന്നെയാണ്. എനിക്കെന്തെങ്കിലും ചെയ്യാനാകുമോ? അത് ചെയ്യുന്നത് ഫലപ്രദമാകുമോ? ആ ഫലപ്രദമാകുന്ന എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അല്ലാത്തൊരു സമയത്ത് ഒരു കാഴ്ചക്കാരനായി അവിടെ പോയി സെൽഫി എടുക്കുന്നവനെ ഞാൻ ആ കാട്ടാന ഒരു മൃഗമായിട്ട് പോലും ഉണ്ടായ കണ്ണുനീരിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നു, ആ കാട്ടാനയെ ഇനി നിങ്ങൾ മൃഗമെന്ന് വിളിക്കരുത്. കാരണം അത്രമേൽ ദയാപരതയായിരുന്നു ആ കാട്ടാന കാണിച്ചത്. ആ മനുഷ്യർ ഞങ്ങൾ വലിയൊരു ഇടങ്ങേറിൽ നിന്നാണ് രക്ഷപ്പെട്ടു പോന്നത്, ഇനി നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കൈ തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ കാട്ടാനയുടെ കണ്ണുകൾ രണ്ടരുവികൾ പോലെ ഒഴുകിയെന്ന് ആ സ്ത്രീ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അവിടെയൊക്കെ ചെന്ന് നിന്ന് സെൽഫി എടുത്ത് ഞാനിവിടെ ഉണ്ടെന്ന് ആരോടൊക്കെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യാധമൻ എന്ന് വിളിക്കേണ്ടി വരുന്നവൻ അങ്ങനെ ആവരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇനിയും ദുരന്തങ്ങൾ വരാം. നമുക്ക് ചെയ്യാനാകുന്നത് ചെയ്യണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയായിരിക്കും? ചിലപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് ദ്വാരക്കലാവും. ദ്വാ ചെയ്യണം, ഹൃദയം പൊട്ടി ദ്വാരക്കണം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യർക്ക് വേണ്ടി. ഒറ്റ രാത്രി കൊണ്ട് സ്വപ്നങ്ങൾ അവസാനിച്ചു പോയ കുഞ്ഞുമക്കൾ, ഒറ്റ രാത്രി കൊണ്ട് എന്തൊക്കെ സ്വപ്നങ്ങൾ. ഒരുപക്ഷെ അവർ വലിയ വലിയ കൊട്ടാരങ്ങളിൽ ജീവിച്ചവരല്ല. അവർ ശരിക്കു പറഞ്ഞാൽ പാടികൾ എന്ന് പറയുന്ന കൊച്ചു കൊച്ചു കൂരകൾ. ആ കൊച്ചു കൊച്ചു കൂരകളിൽ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ വേണ്ടി അങ്ങനെ അവിടേക്ക് വന്ന് ജീവിച്ചവരുടെ തലമുറകളായി അങ്ങനെ പോകുന്ന കുറേ മനുഷ്യരാണ്. ആ മനുഷ്യർ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള ദുആ ഉണ്ടാകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളേവരെയും കാക്കട്ടെ. ആ മനുഷ്യർക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അവരാരുമാകാം, അവരേതു വിഭാഗത്തിൽപ്പെട്ടവരുമാകാം. അള്ളാഹുവേ, ആ കുഞ്ഞുങ്ങൾക്കിനിയും സനാഥത്വം കൊടുക്കാൻ ആരുടെ കൈകൾക്കാണ്? അള്ളാഹുവേ, നീ അവർക്ക് ശക്തി നൽകണേ തമ്പുരാനെ. അവർക്ക് നീ ശക്തി നൽകണേ റഹ്മാനെ. റഹമുറാഹിമീനായ റബ്ബേ, അവിടെ മരിച്ചുപോയ എല്ലാ സഹോദരന്മാരും അവരിൽപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അവിടെ മരിച്ചു പോയിട്ടുള്ള ആ സഹോദരന്മാർക്ക് അവർക്ക് ആത്മശാന്തി നൽകണേ റഹ്മാനെ. റഹമുറാഹിമീനായ റബ്ബേ, അവർക്ക് ശാന്തി നൽകണേ തമ്പുരാനെ. നിൻ്റെ പരിശുദ്ധമായ ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വചനം പോലെ ആ മുസ്ലിം സഹോദരന്മാർ അവരൊക്കെ അവർ ശുഹദാക്കളായി നാളെ നിൻ്റെ മുമ്പിൽ വരാനുള്ള സൗഭാഗ്യവാന്മാരായി മാറ്റണേ റബ്ബേ. അവിടെ ജീവനറ്റുപോയവർ, അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനെ എല്ലാമായിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും റഹ്മാനായ റബ്ബേ, അവർക്കിനി തുണയേകപ്പെടാൻ ആവശ്യമാകുന്ന സൗകര്യങ്ങളിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കാൻ എല്ലാവർക്കും അതിനുള്ള സഹായവും തൗഫീഖും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുരന്തങ്ങൾ ഇനിയും വരാം. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ദുരന്തങ്ങളുടെ പാഠങ്ങൾ പഠിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ നാഥ, ഈ ഒരു ദുരന്തം പോലെ ഇനിയും ദുരന്തങ്ങൾ വരുത്താത്ത വിധം ഞങ്ങൾക്ക് നീ കാവലേകണേ റഹ്മാനെ. പാഠങ്ങൾ പഠിക്കാൻ ഞങ്ങളുടെ ഈ തരം സ്ഥലങ്ങളിലെല്ലാം പ്രകൃതി അത്രമേൽ ലോലമാണെന്നറിഞ്ഞിട്ടും, പരിസ്ഥിതി ലോലപ്രദേശങ്ങളാണെന്നറിഞ്ഞിട്ട് പോലും അവിടെയെല്ലാം വലിയ നിർമ്മിതികളും അത്തരം ടൂറിസ്റ്റ് പാക്കേജുകളുമൊക്കെയായി നടക്കുമ്പോൾ ഒന്നും അറിയാതെ പോയിട്ടുള്ളവൻ്റെ തലമുകളിലേക്ക് ഇത്തരം വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ നാദാ, പാഠങ്ങൾക്ക് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. മാറ്റണേ റബ്ബേ ഞങ്ങളുടെ മനസ്സുകളിൽ നിന്നെക്കുറിച്ചുള്ള പേടി കൊണ്ട്, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റിത്തരണേ തമ്പുരാനെ. ആ സഹോദരന്മാരെ സഹായിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇനിയും ആ സമൂഹത്തെ പരീക്ഷിക്കാത്ത വിധം അവർക്ക് നീ നിൻ്റെ അനുഗ്രഹങ്ങളുടെ തണൽ കൊടുക്കണേ അല്ലാ. ഒരു കാട്ടാനക്കുണ്ടായതുപോലെയുള്ള എല്ലാത്തരം അങ്ങനെ പ്രകൃതിയെ, മൃഗങ്ങളെ, എല്ലാത്തിനെയും നീയാണ് സൃഷ്ടിച്ചത്, എല്ലാത്തിനെയും നീയാണ് നിയന്ത്രിച്ചത്. ഈ തൻ്റെ പ്രിയപ്പെട്ട ഉടമസ്ഥരുടെ എവിടെയെങ്കിലും ഒരു മിടിപ്പ് കാണുമോ എന്ന് ആലോചിച്ചിട്ട് പോലും നായകളും അതുപോലെ തന്നെ പൂച്ചകളും
അവരും ഈ തെരച്ചിലുകാരുടെ കൂടെ തെരഞ്ഞു നടക്കുന്ന കാഴ്ചകൾക്ക് മുമ്പിൽ അല്ലാ അങ്ങനൊരു വിധി വരുത്താത്ത വിധം ഇനിയും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. റഹീമേ, ഞങ്ങളുടെ നാടിനെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മരിച്ചുപോയവരുടെ ഖബറുകൾ സ്വർഗമാക്കണേ അല്ലാ. റഹ്മാനെ, മരിച്ചുപോയ ആ സഹോദരന്മാർ, പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്ന പ്രിയപ്പെട്ട ഷിഹാബ് ഫൈസി ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് ആളുകൾ, ഞാനങ്ങനെ പ്രത്യേകം പറയാല്ലെങ്കിലും ഒരു സഹോദരൻ, സുഹൃത്ത് എന്നതിൻ്റെ പേരിൽ അല്ലാഹുവേ എല്ലാവർക്കും നീ സമാധാനമുള്ള ഖബറിടം നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ, സഹായിക്കണേ റഹ്മാനെ. സഹോദരന്മാരെ, ഈ ദിവസം ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉൾപ്പെടെ എല്ലാ സംഘടനകളും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അഭ്യന്തനായ നായകൻ മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും സഹായിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അതിനാവശ്യമായിട്ടുള്ള ഒരു പിരിവ് പറയുന്നുണ്ട്. നിങ്ങളാവുന്നത് ചെയ്യുക, ഇനിയും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇനി വേണ്ടത് അവരുടെ പുനരധിവാസമാണ്. ആ പുനരധിവാസ സമയത്ത് നമ്മൾക്ക് ഒരുപക്ഷെ നമുക്ക് ചേർന്നു നിന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദങ്ങളെ ഒന്ന് തൽക്കാലം മാറ്റിവെച്ചാൽ, ചിലപ്പോൾ ആഘോഷങ്ങൾ മാറ്റിവെച്ചാൽ നമുക്കവരെ ഒരു പാർപ്പിടം, ഒരു പുനരധിവാസം നമുക്ക് നടത്താൻ സാധിക്കും. അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ പിരിവ് ആ രീതിയിൽ കണ്ടുകൊണ്ട് കൊടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ആ രീതിയിൽ നിങ്ങൾ സഹായിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തെയും സഹായിച്ച ഇന്നത്തെ ദിവസം ഇവിടെ കുട്ടികളില്ലാത്തതും ഇതുപോലെ പേമാരി പെയ്തപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ ആ ദിവസങ്ങളിലേക്ക് കുട്ടികൾക്ക് ലീവ് കൊടുത്തതാണ്. കാരണം ഇവിടെ ആകെയും വെള്ളം പൊങ്ങി വന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും സഹായിക്കുന്നവർ അർഹമുർ റഹീമീനായ റബ്ബ് എല്ലാവരെയും സഹായിക്കട്ടെ. വിശിഷ്യ രോഗികളായിട്ടുള്ളവർ, പ്രത്യേകിച്ചും ചില രോഗങ്ങൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പ്രത്യേകം ആവശ്യപ്പെട്ടവർ, റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫാ ചെയ്യട്ടെ. കുഞ്ഞുമക്കൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ രോഗങ്ങളെ ശിഫാ ചെയ്യട്ടെ. അതുപോലെ പ്രത്യേകിച്ചും അനാഥരായിപ്പോയ വയനാട്ടിലെ കുഞ്ഞുമക്കൾ റഹ്മാനായ റബ്ബ് അവർക്കെല്ലാം സമാധാനവും സനാഥത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.